വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. യെസ്, നമ്മുടെ മലയാളത്തിൽ ഇതാ നമ്മുടെ അടുത്ത ചാപ്റ്റർ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുക. ഈ വർഷത്തെ ആയിട്ടില്ല, ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ്. ഇവിടെ അതാ നിങ്ങളുടെ ഒരു കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ ഒരു ഡയറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓഗസ്റ്റ് 15-ാം തീയതിയാണ് അല്ലെ. എല്ലാ സ്കൂളുകളിലും നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാറുണ്ട്. നിങ്ങളും ആഘോഷിച്ചിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം. ഒരുപാട് പ്രത്യേകതകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത്. അപ്പൊ ഇതാ ഈ ചിത്രത്തിലൊക്കെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്കൂളിൽ ഇതാ പതാകയൊക്കെ ഉയർത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ശരിക്കും നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് എന്നൊക്കെയുള്ള കുറെ സംശയങ്ങൾ മക്കൾക്ക് ഉണ്ടാവില്ലേ. അപ്പൊ കൃത്യമായിട്ട് മക്കൾ ഓർത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. യെസ്, എന്താണ് സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു അല്ലെ. അപ്പൊ ആ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ള ദിവസമാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ യെസ്, എന്നാണത് 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇപ്പൊ സ്വാതന്ത്ര്യ ദിനത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം അന്ന് എന്താണ് പൊതു അവധി അല്ലെ, ദേശീയ അവധിയാണ്. അന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണ്, സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ദേശീയ പതാക നമ്മൾ എല്ലായിടത്തും എന്ത് ചെയ്യാറുണ്ട്, ഉയർത്താറുണ്ട്, സ്കൂളുകളിൽ മാത്രമല്ല. അപ്പൊ ദേശീയ പതാകയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രത്യേകതകൾ കൂടെ ഇന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ നിന്ന് സ്വതന്ത്രരായിട്ടുള്ള ഒരു ദിവസമാണ് ഓഗസ്റ്റ് 15. വർഷം കൂടെ നമ്മൾ ഓർക്കുന്നു 1947 ആണ് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഇനി ദേശീയ പതാകയുടെ കാര്യം പറയുവാണെങ്കിൽ യെസ്, ദേശീയ പതാക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാറുണ്ട് അല്ലെ. നമ്മൾ എപ്പോഴും കാണുന്നതാണ്, പതാക ഉയർത്തുന്നതാണ്, നമ്മൾ വരച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഓരോ ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഓർത്തു വയ്ക്കുക, ഒരുപാട് നിറങ്ങൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ത്രിവർണ്ണ പതാക എന്നാണ് നമ്മുടെ ദേശീയ പതാകേനെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ദേശീയ പതാകയിൽ ആ പേര് പോലെ തന്നെ എന്താണ്, 3 നിറങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഏതൊക്കെയാണ് 3 നിറങ്ങള്? ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ നിറം എന്ന് പറയുന്നത് കുങ്കുമ നിറമാണ്. ഇതാ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, അത് നമ്മുടെ കുങ്കുമ നിറമാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ അല്ലെ നടുവിലായിട്ടുള്ളത് എന്താണ്, വെളുത്ത നിറമാണ്, വെള്ള നിറമാണുള്ളത്. ആൻഡ് ഏറ്റവും അടിഭാഗത്ത് അല്ലെ ഏറ്റവും താഴെയായിട്ടുള്ളത് എന്താണ്, പച്ച നിറമാണ്. അതാണ് ത്രിവർണ്ണ നിറം അല്ലെ. 3 നിറങ്ങൾ, ഏറ്റവും മുകളിൽ കുങ്കുമം, ഏറ്റവും താഴെ പച്ച, നടുവിലായിട്ട് വെളുത്ത നിറമാണ്. ഇനി ഇതിനോടൊപ്പം നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരാൾ കൂടെ ഉണ്ട് ദേശീയ പതാക പറയുന്ന സമയത്ത്. ഏറ്റവും സെൻട്രൽ അല്ലെ നടുവിലായിട്ട് നിങ്ങൾ നോക്കി, മധ്യത്തിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് നീല നിറത്തിലുള്ള ഒരു അശോക ചക്രം അല്ലെ. അപ്പൊ മധ്യത്തിലായിട്ട് എന്താണുള്ളത്, നമ്മുടെ അശോക ചക്രമാണുള്ളത്. 24 അരക്കാരുകളോട് കൂടിയിട്ടുള്ള നമ്മുടെ അശോക ചക്രവും നമ്മൾ ഓർത്തു വെക്കുക. അപ്പൊ സ്വാതന്ത്ര്യ ദിനം എന്നാണ് എന്നുള്ളതും, എന്താണ് സ്വാതന്ത്ര്യ ദിനം എന്നുള്ളതും, ഒപ്പം നമ്മുടെ ദേശീയ പതാകയുടെ പ്രത്യേകതകളും വളരെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതാ വരാൻ പോകുന്ന ഓഗസ്റ്റ് 15 നമ്മൾ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കും. അപ്പോഴും ഈ കാര്യങ്ങളെല്ലാം മക്കളുടെ മനസ്സിലുണ്ടായിരിക്കണം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.